എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ, ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അതായത് ഡാൽ കിച്ചടി കേട്ടോ. ഇത് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം സിമ്പിളായിട്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഡാൽ കിച്ചടി തയ്യാറാക്കാനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് കേട്ടോ. ഞാൻ ഇവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര എടുക്കുന്നത്. അപ്പോൾ എത്ര അരി എടുത്തിട്ടുണ്ടോ അത്രയും തന്നെ നമുക്കിതിലേക്ക് പരിപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ചിലർ ഇതിലെങ്ങനെയാ വെച്ചാൽ ചെറുപയർ പരിപ്പ് ഉപയോഗിക്കും, ചിലർ എങ്ങനെയാ വെച്ചാൽ ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ മിക്സ്ഡ് ഡാൾ, അതായത് ഇവിടെ മിക്സ്ഡ് ഡാളായിട്ട് കിട്ടും, അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. ഞാനിവിടെ ഡാലിന് വേണ്ടി എടുത്തിട്ടുള്ളത് ചെറുപയർ പരിപ്പാണ്. ഇത്ര എടുത്തിട്ടുണ്ട് പരിപ്പ് കേട്ടോ. ഇനി ഇത് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പരിപ്പാണ് കണ്ടോ. ഇതിന് മിക്സ്ഡ് ഡാൽ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കണം. എന്തായാലും അരി എടുത്ത അത്രയും ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് പരിപ്പ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് വെറും ചെറുപയർ പരിപ്പ് വേണമെങ്കിലും ഇട്ടിട്ടുണ്ടാക്കാം. ഇപ്പോൾ നാട്ടിലൊക്കെ അത് കിട്ടുമെന്ന് എനിക്കറിയില്ല ഈ മിക്സ്ഡ് ഡാൾ. അപ്പോൾ വെറും ചെറുപയർ പരിപ്പ് വേണമെങ്കിലും ഇട്ടിട്ടുണ്ടാക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് ഒരു പാത്രം അരി, അതുപോലെ തന്നെ ഒരു പാത്രം പരിപ്പ്, അതായത് അരി എത്ര എടുത്തിട്ടുണ്ടോ അത്രയും തന്നെ പരിപ്പ് കൊടുക്കണം. ഇനി ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നമുക്ക് നന്നായി വെള്ളത്തിൽ 4-5 പ്രാവശ്യം നന്നായി കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ പരിപ്പും അരിയും നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തു. ഇതിൽ കാണുന്ന ഈ കറുത്ത കളറില്ലേ, ഇത് ഉഴുന്നാണ് കേട്ടോ. ഈ മിക്സ്ഡ് ഡാളിൽ ഇവർ ഉഴുന്നും ഇങ്ങനെ പൊളിച്ചിട്ടിടും, അതിൻ്റെ ആ കറുപ്പാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതാണ്. ഇനി നന്നായി കഴുകിയെടുത്ത് നമുക്കിതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ നന്നായി ചേർത്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ ഇത്രയും അരിക്ക് നമുക്ക് കുറച്ച് അരിയുടെ മുകളിൽ നന്നായി നിൽക്കണ ഭാഗത്തിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കണം. അതായത് ഈ പരിപ്പും അരിയും കൂടി നന്നായി കുഴഞ്ഞ് വരണം. അപ്പോൾ അത്ര നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. അത് ആദ്യം കുറച്ച് ഇട്ടാൽ മതി, കാരണം ഇനി നമുക്ക് വറവൊക്കെ ഇടുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ എന്തായാലും 1 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് നെയ്യും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വറവിന് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്കിതിൻ്റെ കൂടെ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം. ഈ വെള്ളം ശ്രദ്ധിക്കണം, കാരണം വെള്ളം അരി കട്ടയായിട്ട് പോവരുത്. നന്നായി വിസിലടിച്ച് വരുന്നതാണ്. ഒരു 4 വിസിൽ എന്തായാലും അടിക്കണം. അപ്പം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഉപ്പും എല്ലാം കൂടി ഇളക്കി നമുക്കിത് ഗ്യാസിൻ്റെ മുകളിൽ വയ്ക്കാം. നമ്മൾ കുക്കറിൽ അരിയും പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ശരിയാവണ നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട വറവുകൾ തയ്യാറാക്കിയെടുക്കാം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടി അതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല മണത്തിന് വേണ്ടിയിട്ട് വറവ് ചേർക്കണതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ പരിപ്പും അരിയും വേവിക്കുന്നതിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ വറവ് മൂപ്പിക്കുന്നതിലേക്കും കുറച്ച് നെയ്യ് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അത് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച്, അതിനൊരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറവ് ചേർക്കാം കേട്ടോ. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് എന്നിട്ട് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കണം. അപ്പോൾ എണ്ണ നന്നായി മൂത്ത് വന്നു കേട്ടോ. അതിലേക്ക് നമുക്ക് ആദ്യം വളരെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ ജീരകം കുറച്ച് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് ജീരകമാണ് നന്നായിട്ട് വേണ്ടത്, അല്ലാണ്ട് കടുകല്ല. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴേക്കും ഈ സൈഡിൽ കൂടെ ജീരകം ചേർത്ത് കൊടുക്കാം. രണ്ടും ഒപ്പം പൊട്ടി വന്നോളൂ. കടുകും ജീരകം നന്നായി പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. കാരണം ഡാളൊക്കെ ചേർക്കണതല്ലേ. അത് മാത്രമല്ല, വെളുത്തുള്ളിയുടെ നല്ലൊരു മണം ഇതിലേക്ക് വരേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത്ര ഒന്ന് വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചതയ്ക്കും ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി മൂത്ത് വന്നു. ഞാൻ ഈ സൈഡിൽ 2 വറ്റൽമുളക് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്തിനാ വെച്ചാൽ ആയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡാൽ കിച്ചടിയുടെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണോ. അതാണ് ഇത് പൊട്ടിക്കാണ്ട് വെച്ചേക്കണം. ഇങ്ങനെ നീളത്തിൽ തന്നെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അതായത് സവോള വളരെ ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ്. വളരെ കുറച്ചാണ്. ഞാൻ ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് കുറച്ചിട്ടേക്കണത്. നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സവോളയുടെ അളവും കൂട്ടിയിരിക്കുക കേട്ടോ. അത് അവനവൻ്റെ ഇഷ്ടത്തിന് കൂട്ടിയിരിക്കുക. എന്തായാലും കുറച്ച് ചേർക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ സവോള ഒന്ന് നന്നായി ഇതായി വരട്ടെ. സവോള വളരെ ചെറുതാക്കി അരിയണം. അതിൽ വലുതായിട്ടൊന്നും കാണാൻ പാടില്ല കേട്ടോ. കിച്ചടിയിൽ ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഈ വറ്റൽമുളക് ഒന്ന് വായി വന്നത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിത് ഡെക്കറേഷന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ അതങ്ങനെ മൂത്ത് വരട്ടെ. നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. സവോളയൊക്കെ നന്നായി മൂത്ത് വന്നു. ഈ സമയത്ത് നമുക്ക് ചേർക്കേണ്ട മസാല ചേർത്ത് കൊടുക്കാം. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി റൈസിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, എന്നാലും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ട്, 2-3 പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി വേണ്ടത് നമുക്ക് പരിപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പം അസിഡിറ്റിയുടെ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാനും മാത്രമല്ല നല്ലൊരു മണത്തിനും കൂടി കുറച്ച് കായം നമുക്ക് ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ആവരുത്, അപ്പോൾ ഒരു കയ്പ്പ് വരും, നോക്കി ചേർക്കണം. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഈ മസാല നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തക്കാളി, അതായത് നല്ല വലിയ തക്കാളി ഞാനിവിടെ മുറിച്ച് പാകാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നു. ഈ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ഉണ്ടല്ലോ ഇതിൽ നന്നായിട്ട് ഇതായി ചേരണം, അലിഞ്ഞ് ചേരണം, അതായത് നന്നായി വെന്ത് ചേരണം. അങ്ങനെ കഷ്ണങ്ങൾ കിടക്കരുത് ഇതിൽ. ഒത്തിരി നേരം എടുക്കുന്നതിന് അത് നന്നായി വെന്ത് വരട്ടെ കേട്ടോ തക്കാളി. ഇപ്പോൾ തക്കാളി നന്നായിട്ടായി വന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. തക്കാളിയുടെ കൂടെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണമല്ലോ. ഓൾറെഡി നമ്മൾ റൈസിലും ഡാലിലും ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടത്. പക്ഷേ ഇതിലേക്ക് കുറച്ച്, ഈ മസാലയിലേക്ക് കുറച്ച് ഉപ്പ് വേണമല്ലോ. ആ ഉപ്പ് ഈ തക്കാളിയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി നന്നായി പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ നന്നായിട്ട് വെന്ത് വന്നിട്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസും ഡാലും കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മിക്സ് നമ്മൾ വേവിച്ച് വെച്ചതിൽ വെള്ളം കുറവുണ്ടെങ്കിൽ നല്ലോണം ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിന് പാകാക്കിയെടുക്കണം. ഇപ്പോൾ ആദ്യം തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം സ്ലോയിലാക്കിയിട്ട് നമുക്കിതിലേക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കട്ടയായിട്ടാണുള്ളത്. ഇതിൽ കുറച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോഴാണ് ദാൽ കിച്ചടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫോമാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ റൈസും ഡാളൊക്കെ ഇതിൽ ചേർത്തു. കുറച്ച് നല്ല തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അത് എല്ലാം വേവിച്ചതിൽ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വെള്ളം കുറവായിരുന്നു, അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ, പച്ചവെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ടേസ്റ്റൊക്കെ ആകെ മാറിപ്പോവും. നല്ല എങ്ങനെയുള്ള ഒരു രൂപത്തിലാണ് കേട്ടോ ഇതുണ്ടാവുക. ഇനി നമുക്ക് വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. വേണമെങ്കിൽ അവസാനം കുറച്ച് അതായത് നെയ്യ്, ഒരു തുള്ളി കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു കൂടി നെയ്യ്, അത് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം മുകളിൽ കൂടെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനി ചെയ്യേണ്ടത് മെയിൻ സാധനം എന്താണ്, ഇതാ മല്ലിയില ഇതിട്ട് നന്നായി ആയിക്കഴിഞ്ഞാൽ ഡാൽ കിച്ചടി തയ്യാറായി. ഇനി നമുക്ക് ആ 2 വറ്റൽമുളക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഡാൽ കിച്ചടി, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡാൽ കിച്ചടി തയ്യാറായിട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. എന്ന് നമ്മൾ ചോറും കറികളും ഉപ്പേരിയും ഒക്കെ കൂട്ടിക്കഴിക്കുന്നതല്ലേ. അപ്പം ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉച്ച സമയത്ത് ഒന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ഭക്ഷണം കഴിക്കണം തോന്നി അത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എന്നാലോ വിറ്റാമിൻസും എല്ലാം ഉണ്ട്. ഇനി പ്രോട്ടീൻസൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ചെറുപയറുണ്ട്, മറ്റുള്ള പരിപ്പുകളൊക്കെ ചേരുമ്പോൾ പ്രോട്ടീനുകളൊക്കെ നന്നായിട്ടുണ്ട്. വയറായി നല്ലപോലെ നിറഞ്ഞ പോലെ ആവും ചെയ്യും. ഒരുപാട് പണിയെടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ എത്തിക്കുക. അപ്പോൾ ശരി, എന്നാൽ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വീണ്ടും നന്ദി, നമസ്കാരം.